ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കോഴി വളർത്തുന്നതിൻ്റെ അപ്ഡേറ്റും പിന്നെ അതുപോലെ തന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് കുറച്ച് കമൻറ്റൊക്കെ ചെയ്തിട്ടുണ്ട്, അതിനുള്ള ഉത്തരങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ചോളം നട്ടിട്ട് ഇപ്പോൾ ഏകദേശം 2.5 മാസത്തോളമായി. അപ്പോൾ അത് ഇങ്ങനെ കായൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഫുള്ള് വീഡിയോ നാളെയല്ല, നമ്മൾ ഈ വരുന്ന തിങ്കളാഴ്ച നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത് നിങ്ങളൊന്ന് കാണുക. നമുക്കറിയാലോ കോഴി വളർത്തൽ എന്ന് വെച്ചാൽ തീറ്റ ചിലവ് ചുരുക്കണ്ടെങ്കിൽ നമുക്കിതുപോലെ ചോളമൊക്കെ കൃഷി ചെയ്തിട്ട് ചെറിയ രീതിയിൽ നമുക്ക് തീറ്റ ചിലവ് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല. എന്നാലും തരക്കേടില്ലാത്ത രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട്. ഇതൊക്കെ കാണുന്നില്ലേ, കായൊക്കെ വരുന്നുണ്ട്. ഇനി ഇത് എത്രത്തോളം നമുക്ക് അതിൻ്റെ അന്ന് കിട്ടുന്നു, കായ് ഫലം കിട്ടുന്ന അറിയില്ല. ഇനിയിപ്പോൾ ഒരു മാസം കൂടി കഴിയണമെന്ന് തോന്നുന്നത് എനിക്ക്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിതാ കോഴിക്ക് വേണ്ട വെള്ളമൊക്കെ റെഡിയാക്കി. നമ്മൾ ഇന്ന് മഞ്ഞൾ വെള്ളം കലക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾ കുടിക്കുന്ന വെള്ളത്തിലിട്ടിട്ട് അത് ഒരു ബക്കറ്റിൽ ചെറിയൊരു പാത്രം ഉണ്ടല്ലോ അതിലെടുത്ത് നമുക്ക് നേരെ കൂട്ടി കയറിയിട്ട് അവർക്ക് തീറ്റ കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ വെള്ളം കൊടുക്കണം. ഇന്ന് നമ്മൾ വേറെ പച്ചില കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. നമ്മൾ 2 ദിവസം മുമ്പേ ഇങ്ങനെ ആഴ്ചയിൽ 2-3 ദിവസമായിട്ട് കൊടുക്കൽ. പിന്നെ നമ്മളെ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ കുഞ്ഞൻ കോഴിയാണ്. എല്ലാവരും എടുക്കുന്നതും കൊത്തെല്ലാം കിട്ടിയിട്ട് ആകെ സൈഡായിട്ടുള്ളത്. കാരണം ഇവനെ എങ്ങനെ പുറത്തിറക്കി കഴിഞ്ഞാലും ഇവർ പഞ്ഞിക്കിടും, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ വേറെ ഒരു സെപ്പറേറ്റ് കൂടുണ്ടേനും, അപ്പോൾ അവിടെയാണ് നമ്മൾ ഇടാറുണ്ടായിരുന്നത്. ഇപ്പോൾ ഇവരെ കൂട്ടത്തിൽ അധികം ഇളക്കാൻ പറ്റൂല. ഇപ്പോൾ നമ്മൾ കൂട്ട് കയറിയോണ്ട് ഇപ്പം തുറന്നു വിട്ടിന് കേട്ടോ. അപ്പം നമ്മളായിട്ട് കുറച്ചൊരു ഇണക്കുള്ളത് നമ്മളിതാ ഈ കോഴി മാത്രമാണ്. അത് വേറൊന്നും കൊണ്ടല്ല, അവരെ കൂട്ടത്തിൽ അവരിപ്പോൾ അങ്ങനെ കയറ്റുന്നില്ല. ഇനി പതുക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഇടയിലേക്ക് വിടണം. ഇപ്പം കണ്ടില്ല, അവിടെ ഓടി രക്ഷപ്പെടും ഇത് അവിടെ നിന്ന്. കാരണം ഇവർ എത്ര ഇതാക്കിയിട്ട് അടുപ്പിക്കുന്നില്ല. ഇനി പതുക്കെ നമ്മൾ റെഡിയാക്കി എടുക്കണം. ഇപ്പോൾ ടോട്ടലി എല്ലാം കൂടിയിട്ട് നമ്മൾക്ക് 13 കോഴിയുണ്ട് കേട്ടോ. ഈ 13 കോഴീൻ്റെ അകത്ത് ഇനിയിപ്പം അതിനകത്ത് കുറച്ച് പൂവനുണ്ട്. പൂവനെ നമ്മളിനി നോക്കിയിട്ട് മാറ്റണം. ഇതിൻ്റെ അകത്ത് നല്ല ക്വാളിറ്റിയുള്ള ചിലപ്പോൾ നമ്മൾ 1-2 പൂവനെ ഇവിടെ വെച്ചിട്ട് ബാക്കിയുള്ള പൂവനെ നമ്മൾ ചിലപ്പോൾ നോക്കിയിട്ട് സെയിലാക്കും. ഇതിൻ്റെ അകത്ത് പുള്ളിപ്പൂവനൊക്കെ വന്നിട്ടുണ്ട്. പൂവനറിയാലോ, അധികം വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവസാനം പണിയായിരിക്കും. അപ്പുറം ഇപ്പുറം കൊത്തുകൂടലും ഉണ്ടാവും. നമ്മൾ ഈ കൂട് വരുന്നത് ടെറസിൻ്റെ മേലെയാണ്. ടെറസിൻ്റെ മേലെ നമ്മൾ ചെറിയൊരു ഭാഗം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ എനിക്ക് തോന്നുന്നൊരു 4-5 വർഷം മുമ്പ് കൊറോണേൻ്റെ ആ ഒരു സമയമായിരുന്നു നമ്മൾ കൂട് സെറ്റാക്കിയത് ടെറസിൻ്റെ മേലെ. അതിനു മുമ്പ് ഫുള്ള് താഴെയായിരുന്നു. ആ ഒരു സമയമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഈ കുറുക്കൻ്റെ ശല്യം അങ്ങനെയൊക്കെ ആയിട്ട് കുറേ കോഴിയൊക്കെ അങ്ങനെ പോയിട്ടുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ഇവിടത്തേക്ക് മാറ്റിയത്. ഇവിടെ മാറ്റിയിട്ട് നമുക്ക് പണി കിട്ടീന് കേട്ടോ. മെരുവൊക്കെ കയറിയിട്ട് കുറേ കോഴികളൊക്കെ കുറേ പേരൻറ്റ് സ്റ്റോക്കൊക്കെ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. ഈ കാണുന്നത് നമ്മളെ ഇതാണ് കേട്ടോ, ബ്രീഡിങ് സെക്ഷനാണ്. അപ്പോൾ നമ്മൾ മേലത്തെ അവിടെ ഇട്ടിട്ട് കോഴികൾ വിരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ചയൊക്കെ ആകുമ്പോൾ നമ്മൾ ഈ താഴെ കാണുന്ന സ്ഥലം ഉണ്ടല്ലോ അവിടത്തേക്ക് മാറ്റും. ചെറിയൊരു കൂട് അവിടെ ഉണ്ട്, അപ്പോൾ അവിടത്തേക്ക് മാറ്റും. ഇതുപോലെ ഒരു ചെറിയ പാത്രം വെച്ച് കൊടുത്തിട്ട് അതിൽ നിന്ന് തീറ്റ കൊടുക്കണം. കാരണം താഴേന്ന് ഇവരങ്ങനെ കഴിക്കാൻ വിടില്ല. അതുകൊണ്ടത് നമ്മൾ ഇതുപോലെ തീറ്റയൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ കോഴികളെ അപ്ഡേറ്റ്. ഓക്കെ, ഇനി നമുക്ക് നേരെ നമ്മളെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. കുറേ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ അല്ലാത്തവരൊക്കെ ആയിട്ട് കുറച്ച് കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിനി നോക്കാം. അത് നിങ്ങൾക്കൊക്കെ ചില ആൾക്കാർക്ക് ഉപകാരപ്പെടുമായിരിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ വീഡിയോക്ക് താഴെയൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിത് ശനിയാഴ്ച ഇതുപോലെ കമൻറ്റ് ഇതൊക്കെ എടുത്തിട്ട് നമുക്കൊരു ക്ലിയർ ചെയ്യുന്ന പോലെ ആക്കിയിട്ട് ഒരു വീഡിയോ ചെയ്യാം. എന്നെക്കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ ഷെയർ ചെയ്യാം. ഓക്കെ, ആദ്യത്തെ കമൻറ്റ് എന്ന് പറയുന്നത് അശ്വതി എന്ന് പറഞ്ഞ ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. എൻ്റെ BV380 കോഴികൾ 2 മാസമായി മുട്ടയിട്ട് തുടങ്ങിയിട്ട് 50 എണ്ണമാണ് ഉള്ളത്. 48 എഗ്ഗ് മിക്ക ഡേയ്സിലും കിട്ടുമായിരുന്നു. 1 വീക്കായി 20 മുട്ടയായി കുറഞ്ഞു. റീസൺ ഒന്ന് പറയാമോ? അപ്പോൾ ഇതിൽ കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ 50 കോഴീനെ വളർത്തിയിട്ട് അവർക്ക് ഏകദേശം സ്റ്റാർട്ടിങ്ങിലൊക്കെ 48 മുട്ടയോളം ഡെയിലി കിട്ടിയിരുന്നു. പിന്നെ അതിനുശേഷം ഇപ്പോൾ 20 മുട്ടയിലേക്ക് കുറഞ്ഞു വന്നു. അപ്പോൾ അങ്ങനെ വരാനുള്ള സാധ്യത എന്ന് പറയുന്നത്, ഒന്ന് നമ്മൾ തീറ്റയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും. കാരണം തീറ്റ ഇപ്പം നമ്മൾ ഡെയിലി അവർക്ക് കൊടുക്കേണ്ട ഒരു അളവുണ്ട്. അതിൽ താഴോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു BV380 മിനിമം ഒരു 110 ഗ്രാം എന്നുള്ള അളവാണ് ഒരു കോഴിക്ക്, മുട്ടയിടുന്ന കോഴിക്ക് ഒരളവ് വരുന്നത്. അതിന് താഴോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരു കോഴി എന്ന് പറയുമ്പോൾ 50 കോഴിയല്ല പറഞ്ഞത്. 50 കോഴിയാകുമ്പോൾ ഒരു ദിവസം ഏകദേശം ഒരു 5.5 കിലോ തീറ്റ വേണ്ടി വരും. അതിൽ താഴോട്ടേക്ക് തീറ്റ പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ മുട്ട ഉൽപ്പാദനത്തിനെ ബാധിക്കാം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ കാൽസ്യം സപ്ലിമെൻറ്റ്സ് കാര്യങ്ങൾ അതൊക്കെ ഇടവിട്ട് കൊടുക്കുക. അങ്ങനെ കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഇവർക്ക് സ്ട്രെസ്സ് കാര്യങ്ങൾ അല്ലെ എന്താ പറയണ്ടേ, കാലാവസ്ഥ വ്യതിയാനം, പിന്നെ വെളിച്ചക്കുറവ് അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഈ മുട്ടേൻ്റെ ഉൽപ്പാദനം കുറയാൻ സാധ്യതയുണ്ട്. പിന്നെ വേറെ ഒരു പ്രശ്നം വരുന്നത്, നമ്മൾ തീറ്റേൻ്റെ അകത്ത് തന്നെ ചിലപ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും, തീറ്റ ഡെയിലി 5.5 കിലോ തീറ്റ, ഈ പറഞ്ഞ 50 കോഴിക്ക് 5.5 കിലോ തീറ്റ തന്നെ കൊടുക്കുന്നുണ്ടാവും. പക്ഷേ അതിൻ്റെ കൂടെ ചിലപ്പോൾ ഈ ഗോതമ്പും നമ്മുടെ തവിട് ചോറ് എല്ലാം മിക്സ് ആക്കിയിട്ട് കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ ഇതുണ്ടാവും. കാരണം ഈ BV380 എന്ന് വെച്ചാൽ കറക്റ്റ് മുട്ടത്തീറ്റ, അതാണ് അവരെ സമീകൃത ആഹാരം എന്ന് പറയുന്നത്. അതന്നെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു തരക്കേടില്ലാത്ത രീതിയിൽ ഇത് മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ
ഇത് കൃത്യമായിട്ട് എന്താ പറയണ്ടത് അത് നോക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ തീറ്റ എന്തെങ്കിലും മാറിയിട്ടുണ്ടോ, ആദ്യം കൊടുക്കുന്നത് വേറെ ബ്രാൻഡായിരിക്കും, പിന്നെ കൊടുക്കുന്നത് വേറെയാണോ, അല്ലെങ്കിൽ ചിലപ്പോൾ തീറ്റയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അത് കൃത്യമായിട്ട് നോക്കണം. പഴയ തീറ്റയാണോ, ഓക്കെ. അപ്പോൾ അത് കൃത്യമായിട്ടൊന്ന് നോക്കുക, അളവിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, എന്നിട്ട് ഒന്ന് നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഷഹീർ PS എന്ന് പറഞ്ഞ ആൾ ചോദിച്ചിട്ടുണ്ട്, ഗ്രാമശ്രീ പൂവൻകോഴികൾ കിട്ടുമെന്ന്. ഇപ്പം ഇനി ഗ്രാമശ്രീ നമ്മുടെ കയ്യിൽ സ്റ്റോക്കില്ല. ഗ്രാമശ്രീ ഉള്ളത് ഫുള്ള് ഇറച്ചിക്ക് വേണ്ടിയിട്ട് വളർത്താൻ വേണ്ടി ആൾ കൊണ്ടുപോയി. ഇപ്പം മുട്ടക്കോഴി മാത്രമേ ഉള്ളൂ, ഗ്രാമശ്രീ പട മാത്രമേ ഉണ്ടാവുള്ളൂ. അധികവും കുറച്ച് പീസ് 10 പീസ് അങ്ങനെയൊക്കെ ആണെങ്കിൽ ചിലപ്പം എടുക്കാനുണ്ടാവും. പിന്നെ ഇപ്പം ഇറച്ചിക്ക് വേണ്ടിയിട്ട് വളർത്താനാണെങ്കിൽ റെയിൻബോയുടെ കുഞ്ഞുങ്ങൾ 1 മാസമായത് എത്തിയിട്ടുണ്ട്. ഓക്കെ, അത് നമ്മളിപ്പോൾ സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. ഓൾ കേരള നമ്മൾ NH ഹൈവേ ഡെലിവറി ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അടുത്തൊരു കമൻറ്റ് ലീല തോമസ് എന്ന് പറഞ്ഞിട്ടുള്ളത് സ്ഥലം എവിടെയാണ്. നമ്മുടെ സ്ഥലം വരുന്നത് കണ്ണൂരാണ്. ഓക്കെ, ഓൾ കേരള NH ഹൈവേ ഡെലിവറി ഉണ്ട്. പിന്നെ നമ്മൾ കുറേ ട്രസ്റ്റഡ് ഫാമേഴ്സ് കേരളത്തിലുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്കില്ലാത്ത ഇതിൽ നമ്മളെന്ന് വെച്ചാൽ അവരെടുക്കുന്ന നമ്മളെ നല്ല മുട്ടക്കോഴികളെയും ഇറച്ചിക്ക് വേണ്ട കോഴികളൊക്കെ നമ്മൾ ഓൾ കേരള ലെവലിൽ നമ്മൾ സപ്ലൈ ചെയ്യുന്നതായിരിക്കും. പിന്നെ അടുത്തൊരു കമൻ്റ് ഉള്ളത് രാകേഷ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. അപ്പോൾ നമ്മൾ BV380 കോഴികളെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇത്ര പിടക്ക് ഇത്ര പൂവൻ എന്ന റേഷ്യോ വല്ലതും ഉണ്ടോ? ആബ്സല്യൂട്ട് ബിഗിനർ എന്ന നിലയിൽ ചോദിച്ചതാണ്, തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. ഇതിലൊന്നും ഒരു തെറ്റുമില്ല. കാരണം നമുക്ക് ഡൗട്ട് എപ്പോഴും ക്ലിയർ ചെയ്യണം. കാരണം ഈ കോഴി വളർത്തലൊക്കെ വരുമ്പോൾ നമ്മൾ ഡൗട്ട് ക്ലിയർ ചെയ്തിട്ട് മാത്രം മുമ്പോട്ടേക്ക് പോവുക. കാരണം പണ്ടത്തെ പോലെ ഇപ്പം എന്ന് വെച്ചാൽ ഇതൊരു ബിസിനസ് ലെവലിലേക്കാണ് ആൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തൊരു ഹോബിയും വേണം, പിന്നെ ഒരു ബിസിനസ് ലെവലിലേക്കും കൊണ്ടുപോകും. ഇതുപോലത്തെ ഡൗട്ട് കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്തിട്ട് ക്ലിയർ ചെയ്തിട്ട് വേണം മുമ്പോട്ടേക്ക് പോകാൻ. എന്നാൽ മാത്രമേ നമുക്ക് സക്സസ് ആക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതിലൊരു കാര്യം എന്ന് പറയുന്നത് BV380 കോഴി മുട്ടക്കോഴിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ കോഴി മുട്ടയിടാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ ഇത്ര പിടക്ക് ഈ പൂവൻ്റെ ആവശ്യമൊന്നുമില്ല. അതായത് മുട്ടയിടാൻ വേണ്ടിയിട്ട് പൂവൻ്റെ ആവശ്യമില്ല. പക്ഷേ ആ മുട്ട വിരിയിപ്പിക്കണമെങ്കിൽ പൂവൻ കോഴികളെ കൂട്ടുന്നുള്ള മുട്ട മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ആ മുട്ട വിരിയുള്ളൂ. പിന്നെ അടുത്തൊരു കമൻ്റ് ഉള്ളത് എന്താ പേര്, അഹ്ലോ BADR313 അങ്ങനെയാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ അവർ പറയുന്നത് താങ്കൾ പറഞ്ഞ പ്രകാരം 70 മുട്ടയാണ് കിട്ടുന്നതെങ്കിൽ തീർച്ചയായും നഷ്ടമാണ്. 100 കോഴികൾക്ക് 80 മുട്ട കിട്ടും. അത്രയും കിട്ടണം, എന്നാൽ 2 കാര്യവും നടക്കും. 80-ൽ കൂടുതൽ എത്ര കിട്ടിയാലും അത് ലാഭമാണ്. 50 കിലോ ചാക്ക് വാങ്ങിയാൽ 33-34 റേറ്റേ വരും. അത് ലെയർ മെഷീൻ്റെ റേറ്റാണ് കേട്ടോ. ഞാൻ ലെയർ മെഷീനൊപ്പം അരി, തവിട്, ഗോതമ്പ് പൊടി, തേങ്ങാപ്പിണ്ണാക്ക് എന്നിവ പ്രത്യേക അളവിൽ ചേർത്ത് 50 കോഴികളിൽ നിന്നും ശരാശരി 40 മുട്ട എടുക്കുന്നുണ്ട്. നേരത്തെ 40 കോഴികളിൽ നിന്ന് 35-നും 40-നും ഇടയിൽ മുട്ട കിട്ടിയിരുന്നു. ഇപ്പോഴത്തെ കോഴികൾ അത്രയും ഗുണമുള്ളതല്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഇവർ പറയുന്നത് മെയിനായിട്ടുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇങ്ങനത്തെ കമൻറ്റ്സ് നമുക്ക് കൂടുതൽ വേണം. അപ്പോൾ അങ്ങനെ നമുക്കറിയാത്ത കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നോർമലി നമ്മൾ BV380 കോഴികൾക്ക് നമ്മൾ ഒന്ന് ഇതുപോലത്തെ തീറ്റ, അതായത് തേങ്ങാ പിണ്ണാക്ക്, അരി, തവിടൊന്നും നമ്മൾ സജസ്റ്റ് ചെയ്യാറില്ല. നമ്മൾ കടയിൽ നിന്ന് വന്ന ലെയർ മെഷീൻ മാത്രമേ സജസ്റ്റ് ചെയ്യാറുള്ളൂ. പക്ഷേ ഇവിടെ ഇവർ പറഞ്ഞിട്ടുള്ളത് അവർ അനുഭവമായിരിക്കും പറയുന്നത്. അതായത് ഒരു പ്രത്യേക അളവിൽ അവർ അരി, തവിട്, ഗോതമ്പ് പൊടി, തേങ്ങാപ്പിണ്ണാക്ക് എല്ലാം ചേർത്തിട്ട് 40 മുട്ടയോളം, ഏകദേശം 50 കോഴിയിൽ നിന്ന് ഏകദേശം 40ഓളം മുട്ട അവർ എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവർക്കത് സക്സസ് ആയിട്ടുണ്ട്. പക്ഷേ നമുക്ക് അതിൻ്റെ ഒരു അളവും കൂടി എങ്ങനെയാണ് കൊടുക്കേണ്ടത്, ആ ഒരു അളവ് കിട്ടിയതിന് വളരെ ഉപകാരമായിരുന്നു. നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് ഇടുക. അപ്പോൾ അത് നമുക്ക് കുറച്ചും കൂടി എന്താ പറയുക ബാക്കിയുള്ള ആൾക്കാരിലേക്ക് എത്തിക്കുക. കാരണം പല ആൾക്കാർക്കും ഡൗട്ടുണ്ട് ഈ BV380 ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മുട്ട ഉൽപ്പാദനം കുറയുന്നുള്ളത്. നമ്മളും അങ്ങനെ തന്നെയാണ് പറയാറുള്ളത്. കാരണം വെച്ചാൽ നോർമലി പല ആൾക്കാരും പറയുന്നതും തീറ്റ മാറുമ്പോൾ ഈ എന്താ പറയണ്ടേ മുട്ടയുടെ അളവ് കുറയുന്നുണ്ട്. ഇപ്പം ലാസ്റ്റ് ഞാൻ പല വീടും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് കൊടുത്തൊരു കസ്റ്റമർക്ക് ഇതേ ഒരു അനുഭവം ഉണ്ടായിരുന്നു. അവർ മുട്ടത്തീറ്റൻ്റെ കൂടെ തവിടും കൂടി മിക്സാക്കി. അപ്പോൾ മുട്ടയുടെ അളവ് ഭയങ്കരമായിട്ട് കുറഞ്ഞു. പിന്നെ അവർ വീണ്ടും മുട്ടത്തീറ്റിലേക്ക് വന്നപ്പോൾ മുട്ടയുടെ ഉൽപ്പാദനം കൂടി. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്നതിൻ്റെ ഒരു അളവ് കൂടി കിട്ടിയിരുന്നത് വളരെ ഉപകാരമായേനെ. പിന്നെ വേറൊരു മെയിനായിട്ടുള്ള കാര്യം നമ്മളിപ്പോൾ പറഞ്ഞല്ലോ തീറ്റ ചിലവ്. അപ്പോൾ 50 കിലോൻ്റെ ചാക്ക് ഒരുമിച്ച് വാങ്ങിക്കഴിഞ്ഞാൽ ലെയർ മെഷീന് 33-34 രൂപ മാത്രമേ ഒരു കിലോയ്ക്ക് വരുള്ളൂ. അപ്പോൾ അതും നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് ഇതുപോലെ ബൾക്കായിട്ട് എടുക്കുമ്പോൾ നമുക്ക് തീറ്റ ചിലവ് ചെറിയ രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇതുപോലെ വിലപ്പെട്ട അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ രേഖപ്പെടുത്തുക. കാരണം നമുക്ക് ഇങ്ങനെ ഓരോ ആൾക്കാരുടെ അഭിപ്രായം, കാരണം ഓരോ ആൾക്കും ഓരോ എക്സ്പീരിയൻസ് ആയിരിക്കും. ഇപ്പോൾ ഞാൻ വളർത്തുന്ന പോലെ ആയിരിക്കും നിങ്ങൾ വളർത്തുന്നുണ്ടാവുക. ചിലപ്പോൾ എനിക്കുണ്ടാകുന്ന നഷ്ടം എൻ്റെ അറിവില്ലായ്മ കൊണ്ടായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി നല്ലൊരു ധാരണ, നിങ്ങൾക്ക് അത്രയും എക്സ്പീരിയൻസ് ഉണ്ടാകും. ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ വളർത്തി നിങ്ങൾക്കത് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്യുക. അപ്പോൾ അത് പല ആൾക്കാരിലേക്ക് എത്തുമ്പോൾ അത് എന്താ പറയുക നഷ്ടത്തിലോടുന്ന പല ആൾക്കാരും അത് ലാഭത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കും. അപ്പോൾ നമ്മൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ മുട്ടക്കോഴികളെ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ നമ്പർ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ യുവകർഷൻ്റെ പേരിൽ നമുക്കൊരു വാട്സപ്പ് ചാനലുണ്ട്. പറ്റുവാണെങ്കിൽ അതുകൂടി ഒന്ന്
ജോയിൻ ചെയ്യുക, അതിലേക്കൊന്ന് ജോയിൻ ചെയ്യുക. അതിൽ നമ്മൾ ഈ കോഴികളുടെ ലേറ്റസ്റ്റ് വിവരങ്ങളും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ എന്തൊക്കെ സ്റ്റോക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ ആ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ വീട്ടിലെ ചെറിയ കൃഷി, നമ്മളെ കോഴി വളർത്തുന്ന ചെറിയ ചെറിയ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പറ്റുവാണെങ്കിൽ ആ നമ്മളെ വാട്സപ്പ് ചാനലിൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യാം. പിന്നെ ഇൻസ്റ്റാ ഫേസ്ബുക്കൊക്കെ ഉണ്ട്, അതിലും പറ്റുവാണെങ്കിൽ ജോയിൻ ചെയ്യാം. പിന്നെ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് കമൻറ്റ്സ് കാര്യങ്ങളൊക്കെ അറിവും കാര്യങ്ങളും നമ്മൾ പറയുന്ന അല്ലെങ്കിൽ തെറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇവിടെ ഈ ഒരു കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്കിങ്ങനെ വീഡിയോ ആയിട്ട് ചെയ്തിട്ട് നമുക്ക് പരമാവധി നമ്മളെ വിവരവും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് നമുക്ക് മുമ്പോട്ടേക്ക് പോവാം. ഓക്കെ, എന്നാൽ പിന്നെ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബായ്.